ആവശ്യമില്ല മിഥുൻ. അത് സത്യമല്ലെന്ന് നീ ചിന്തിച്ചു നോക്ക്. നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായത്? അതല്ലെങ്കിൽ അവള് പോയതിനു ശേഷമാണോ നിനക്ക് സന്തോഷം ഉണ്ടായത്? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അവൾ എന്നെ ചതിച്ചിട്ടാ കടന്നു പോയത്. അന്ന് എന്റെ കുടുംബം മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ണു കാണാൻ പാടില്ലാത്തൊരു തവള. അവൻ വലിയൊരു പാമ്പാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിന്റെ ഭാര്യ പോയപ്പോൾ നിന്റെ കാഴ്ചയും പോയി. അവൾ വന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ നീ ഒരു പാമ്പല്ല തവളയാണെന്നുള്ള സത്യം. സാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്ന നല്ലത്. ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ ആഹാരവും ഒന്നും ശരീരത്തിന് പിടിക്കുന്നില്ല. സാറിന്റെ പൾസ് തന്നെ വളരെ വീക്കാ. ഈ ഒരു അവസ്ഥയില് സാറ് ബിസിനസ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നാ അത് സാറിന്റെ ആരോഗ്യത്തെ തന്നെ ബാധിച്ചേക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഗൗരവത്തിൽ എടുത്തേക്കണേ. ഓക്കെ. ഈ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ജയമാർ സാറിന്റെ വീട്ടിൽ വളരെ ഫ്രീ ആയിട്ടാണല്ലോ മേഘ ഇടപഴകുന്നത്. മേഘയും ജയമാർ സാറുമായിട്ട് എന്താ ബന്ധം? സർ, ആദ്യം ഈ ടാബ്ലറ്റ് ഒന്ന് കഴിക്കൂ. ഡോക്ടർ പറഞ്ഞതുപോലെ സാർ എത്രയും വേഗം അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ച് സാറൊന്ന് ആലോചിക്കണം. അപ്പൊ ഞാൻ പോയിക്കോട്ടെ സർ? ഒരു മിനിറ്റ് മോളെ. നിന്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായ സംശയത്തിന്റെ ഉത്തരം ലഭിക്കാതെ നിനക്ക് പോകാൻ പറ്റുമോ മോളെ? എന്റെ ജീവിതം ഇന്ന് ഏത് രീതിയിലാണ് നീ മാറ്റിയതെന്ന് നിനക്ക് മനസ്സിലാക്കണ്ടേ? സർ, ആരെ പെൺകുട്ടി? കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇവളെന്റെ മകളാ മോളെ. അല്ല, എന്റെ മകൾ ഇങ്ങനെ ആയിരുന്നു. അമേരിക്കയിൽ വെച്ചുണ്ടായ ഒരു വലിയ ആക്സിഡന്റിൽ ശരീരം തളർന്ന് അവള് കോമ സ്റ്റേജിലായി. ഇപ്പോഴെന്റെ ഈ മകൾ ജീവനുള്ളൊരു പാവ മാത്രമോളെ. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ദിവസം ഒരു തവണയെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയില്ലായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരമായിട്ടാണ്, എൻ്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ നിന്നെ ഇന്ന് എൻ്റെ മുന്നിലേക്ക് അയച്ചത് മോളെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വലിയ ആൾക്കാരാണ്, സമ്പന്നരാണ്. ഞാനെങ്ങനെ പരിഹാരം കാണാനാ?
മാത്രല്ല ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? ഈ ലോകത്തുള്ള ഒരുപാട് വലിയ ഡോക്ടർമാർ വളരെയധികം പരിശ്രമിച്ചു കഴിഞ്ഞതാണ് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. പക്ഷെ എല്ലാവരും പരാജയപ്പെട്ടു. അവർക്ക് ആർക്കും തന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അതിന്റെ കാരണം അവരെക്കാളൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഈശ്വരന് മറ്റൊരു പ്ലാൻ ആയിരിക്കാം. ആ പ്ലാൻ എന്താണെങ്കിലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ എന്റെ ആരോഗ്യം നന്നാകണമെങ്കിൽ ഇവിടെ നിൽക്കരുത്, ഞാൻ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ്. മോളെ മേഘന, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാമോ? എന്ത് സാർ ഇത്? ഇത് ദൈവനിശ്ചയമാണോ അതോ വിധിയാണോ എന്നൊന്നും അറിയില്ല. ഞാൻ പറയുന്നത് മോള് ചെയ്തു തരണം. അതുമാത്രമല്ല, നീ എന്റെ മകളെ വാർത്തു വച്ചതുപോലെയുണ്ട്. എന്റെ മകൾ ഇന്നിവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഒത്തിരി സഹായമായേനെ. എന്റെ മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിനക്കത് ചെയ്യാമോ മോളെ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സർ. ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയാ ഞാൻ ഇന്ത്യയിലേക്ക് വന്നു. വളരെ എഫിഷ്യൻ്റായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എനിക്ക് ആ പ്രോജക്റ്റ് കൈമാറേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. എനിക്ക് വേണ്ടി ഈ ജോലി നിനക്കൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നിനക്ക് നടത്താൻ പറ്റുമോ? ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല സർ. ഇവിടെ എക്സ്പീരിയൻസ് അല്ല, ക്ഷമയും മനസ്സുമാണ് വേണ്ടത്. എന്റെ ജീവൻ രക്ഷിച്ചപ്പോ നിന്റെ ക്ഷമയും സ്നേഹവും എനിക്ക് മനസ്സിലായി. നോക്കുമോളെ, നിന്നെ എൻ്റെ അടുത്തേക്ക് ഈശ്വരൻ നേരിട്ട് തന്നെ അയച്ചതാണ്. എന്റെ ജീവൻ രക്ഷിക്കാൻ ആ ഭഗവാൻ നിന്നെ അയച്ചതുപോലെ ഈ വിഷയം ചെയ്തു തീർക്കാനും നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ചെയ്യില്ലേ മോളെ? പക്ഷെ സാർ, എനിക്ക് ഇത്രയും വലിയൊരു ബാധ്യത ഒറ്റയ്ക്ക് ഏറ്റെടുക്കാനുള്ള ഒരു ഭയമുണ്ട്. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യത്തെക്കുറിച്ച് നിനക്കറിയാമല്ലോ. നീ എന്നെ രക്ഷിച്ചതിന് ശേഷവും എന്നെ എൻ്റെ വീട് വരെ സുരക്ഷിതമായിട്ട് നീ എത്തിച്ചില്ലേ? അപ്പോൾ തന്നെ എനിക്ക് നീ കാര്യങ്ങൾ അത്ര സുരക്ഷിതമായി കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലായി. അതുമാത്രമല്ല, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇത്രയും നേരം ഇവിടെ നിന്ന് ആത്മാർത്ഥമായി ചെയ്യാൻ കാണിച്ച നിന്റെ ആ മനസ്സെനിക്ക് മനസ്സിലാവും. ഇത്രയും ഗുണങ്ങളൊക്കെ പോരെ മോളെ ഈ പ്രോജക്റ്റിൽ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ? ജയമാർ സാർ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം സൈൻ ചെയ്യിക്കണം, ഇല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ സാറ് സാർ, അത് ഞാനിതാ വരുന്നു, വെയിറ്റ്. വരുമോളെ, വാ, ഇവിടെ ഇരിക്കുക. വിനയ്, സാർ, ഈ ചെക്കിലെല്ലാം സാറിന്റെ ഓരോ സൈൻ വേണം. ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള ചെക്കുകളാ വിനയ്? അത് മറ്റൊന്നുമില്ല സാർ, നമ്മള് എല്ലാ മാസങ്ങളിലും അനാഥാലയങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാറില്ലേ സാർ, അതിനു വേണ്ടിയുള്ള ചെക്കുകളാ. ഓഹോ, ഓർഫനേജിന് കൊടുക്കാനുള്ള ചെക്കിലെല്ലാം ആ ഓർഫനേജിന്റെ പേര് എഴുതിയിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടാ? അതെ വിനയ്, അത് ശരിയാണല്ലോ. എന്താ ഓർഫനേജിന്റെ പേരെഴുതാത്തത്? സാർ, അത് പിന്നെ ഞാൻ എഴുതി ചേർത്തോളാം സാർ, സാറ് സൈൻ ചെയ്താൽ മതി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം സർ. അങ്ങനെയാണെങ്കിൽ ആ അനാഥാലയത്തിന്റെ പേരെന്താണെന്ന് സാറിന് അറിയോ? അതെന്താണ് മാഡം, ആ പേരുകളൊന്നും അറിയാതെ വെറുതെ ഇങ്ങനെ കാശ് കൊടുക്കുമെന്ന് തോന്നണ്ട. ഇതാ മാഡം, ഇത് നോക്ക്, ഇതാണ് സ്നേഹാലയം ഓർഫനേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇതായത് നോക്ക്, ഇതാണ് ഹൃദയം ഓൾഡ് ഏജ് ഹോമിന്റെ ഡീറ്റെയിൽസ്. ഇത് മതിയോ, ഇനി എന്തെങ്കിലും കാണണോ?
പക്ഷേ ഈ പേരിലൊന്നും ഓർഫനേജ് ഇല്ലല്ലോ. എന്താ ഇത്? ഞാൻ സത്യമാണ് പറയുന്നത് സാറേ, എല്ലാ മാസവും ഡൊണേഷൻസ് അയക്കാറുണ്ട്. ഓ, ഇല്ലാത്ത ഓർഫനേജിന്റെ പേരിൽ എല്ലാ മാസവും നിങ്ങൾ ക്യാഷ് അയക്കാറുണ്ടോ? അത് പിന്നെ അത് ചെക്കിലൊന്നും പേര് വെക്കാതെ അനാഥാലയത്തിന്റെ കാര്യവും പറഞ്ഞ് സൈൻ വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി. ഇത്രയും വലിയൊരാളെ ഇങ്ങനെ ചതിക്കുകയാണോ? എന്തൊക്കെയാടോ കേൾക്കുന്നേ? എന്താ ഇത്? ദാനത്തിന്റെ പേരിൽ എന്നെ പറ്റിക്കായിരുന്നോ? അനാഥാലയത്തിന്റെ പേരിലുള്ള പാപം കൂടി തലയിൽ വയ്ക്കുകയാണോ? സാർ അത് പിന്നെ ഈ മിണ്ടി പോരുത്. ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയല്ല ഞാൻ ബിസിനസ് നടത്തുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. അതല്ലാതെ ഇങ്ങനെ ചതിച്ച് സമ്പാദിക്കേണ്ട കാര്യമുണ്ടോ? സാർ ഞാനത് ഇറങ്ങിപ്പോടുന്ന്. ഇനി ഇവിടെ കണ്ടേക്കരുത്. നീ കാണിച്ചു കൂട്ടിയതിന് ഇവിടെ നിൽക്കാൻ ഒരു അർഹതയുമില്ല. പിയേ, സർ, ഇയാളെ ഇന്ന് തന്നെ പിരിച്ചു വിട്ടേക്കണം. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു വിട്ടേക്ക്. നിർത്തിയേക്കരുത് ഇവിടെ. ഓക്കെ സർ. സെക്യൂരിറ്റി സർ, ഇയാളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്ക്. ഇനി ഏരിയയിൽ നീ കാലൂതി പോകരുത്. ഓക്കെ, ഇവിടുന്ന്. ഞാൻ ഏൽപ്പിച്ച ജോലി നിനക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാൽ അത് ചെയ്യാനുള്ള കഴിവ് നിന്റെ ഉള്ളിലുണ്ട് മോളെ. ഇപ്പൊ നീ കാണിച്ചില്ലേ, അത് തന്നെ. ഈ കഴിവൊന്നും പോരാൻ തോന്നുന്നുണ്ടോ? പക്ഷേ സാറ് പറഞ്ഞതുപോലെയുള്ള അത്ര വലിയ ജോലിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പൊ നീ ചെയ്ത കാര്യം കൊണ്ട് എനിക്ക് എത്ര ഗുണമുണ്ടായത്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും ഈ ഒരു തെറ്റ് കണ്ടുപിടിക്കാനായില്ല. അതൊന്നും തീരെ ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ നീയോ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു വലിയ ചതി തന്നെ തടഞ്ഞു. മനുഷ്യർക്കെല്ലാം ഒരു പ്രത്യേക കഴിവുണ്ടെന്നാ പറയുന്നത്. സമർത്ഥന്മാർക്ക് എപ്പോഴും മറ്റുള്ളവരെ തള്ളി മുന്നോട്ട് പോകാൻ കഴിയും. നീയൊന്നും മൂളിയാ മതി. ഈ ലോകത്തിന് മുന്നിൽ നിന്നെ എന്റെ മകൾ സംയുക്തയായി ഞാൻ അവതരിപ്പിക്കും. എന്നെ മകളായിട്ടോ? അതേ മോളെ. എന്റെ മകളുടെ അവസ്ഥ എന്താണെന്ന് ഇവിടെ അധികം പേർക്കും അറിയില്ല. അറിഞ്ഞാൽ ചിലപ്പോ എല്ലാവരും അതെന്റെ അസ്തമയമാണെന്ന് വിധി എഴുതും മോളെ. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കമ്പനിയിൽ എല്ലാവരോടും ഇത്രയും നാളും കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്റെ മകൾ ആരാണെന്നോ അവൾ എന്ത് ചെയ്യുകയായിരുന്നുവെന്നോ ഇവിടെ ആർക്കും അറിയില്ല. ദയവ് ചെയ്ത് സമ്മതിക്കുമോളെ. ഇതിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല സർ. ഞാൻ വേറൊരു സാധാരണക്കാരിയാ. സാറ് പറഞ്ഞതുപോലെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനൊരു സാമർത്ഥ്യക്കാരിയല്ല. എന്നെ കൊണ്ട് കഴിയില്ല സർ. ഇത് നീ ചെയ്തേ പറ്റൂ മേഘ. നിങ്ങൾ? സാർ, എൻ്റെ പേര് അർജുൻ. അർജുൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. മേഘയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഗോ അഹെഡ്. മേഘ, വരൂ മേഘ. മേഘ, നിന്റെ കഴിവുകളെ നീ കുറച്ച് കാണരുത്. ഇപ്പോ നിനക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നീ തട്ടിക്കളയുന്നത്. അതങ്ങനെയല്ല അർജുൻ. ഇത്രയും വലിയ കാര്യം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട്? മിഥുനോടൊപ്പം നീ ഉണ്ടായിരുന്ന കാലത്ത് എത്രമാത്രം ലാഭമാണ് അവന് നീ ഉണ്ടാക്കി കൊടുത്തത്? നീ കാരണം മിഥുന്റെ കമ്പനി എത്ര ഉയരത്തിലെത്തി, അതെല്ലാം നീ മറന്നുപോയോ മേഘ? അത് പറയുന്ന എന്തിനാ? എന്റെ കമ്പനിയുടെ കാര്യം എനിക്കറിയാവുന്നതല്ലേ. നീ വന്നതിന് ശേഷം എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായത്. എന്റെ കമ്പനി ഉയർത്തിക്കൊണ്ടുവരാൻ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല മേഘ. അതങ്ങനെയല്ല അർജുൻ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മകൾ സംയുക്തയായി എന്നെ എല്ലാവരുടെ മുന്നിലും പരിചയപ്പെടുത്തണമെന്നാ. അതെങ്ങനെ നടക്കുന്ന അർജുൻ പറയൂ. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്ന ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മിഥുനേട്ടനും കുടുംബവും അറിയില്ലേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ആ കുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും.
അങ്ങനെയല്ല മേഘ. നീ മേഘനയാണെന്നുള്ള കാര്യം ആരും അറിയരുത്. JMRന്റെ മകൾ സംയുക്തയാണ്. ആ പേരിൽ നീ അറിഞ്ഞാ മതി. പക്ഷേ നീ ഒന്നും പറയണ്ട. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മിഥുനും കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടിയും മറ്റൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും മഞ്ജരിയുടെ കയ്യിൽ ആ കുടുംബത്തെ ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതല്ലേ നീ? ഇനി അതെല്ലാം പഴയതുപോലെ നേരെ ആവണമെങ്കിൽ, നിന്റെ മുന്നോട്ടുള്ള ജീവിതം നന്നാവണമെങ്കിൽ ഇതുതന്നെയാണ് ഏറ്റവും നല്ല മാർഗം. നീ സംയുക്ത എന്ന പുതിയ അവതാരം സ്വീകരിക്കണം. ഇങ്ങനെ ചെയ്താ ആർക്കും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ? അതൊന്നും നീ ചിന്തിക്കണ്ട. ധർമ്മ പരിപാലനത്തിനു വേണ്ടി ദൈവങ്ങൾ തന്നെ എത്ര അവതാരങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ JMR ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനു വേണ്ടി, നിന്റെ ഭാവി ജീവിതത്തിനു വേണ്ടി നീ സംയുക്ത എന്ന അവതാരം എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സർ, ഷീസ് റെഡി. മേഘയെ സംയുക്തയായി ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മേഘയ്ക്ക് ഒരു എതിർപ്പുമില്ല. താങ്ക് യു മോളെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രധാനപ്പെട്ട വാർത്ത. അമേരിക്കയിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന JMR ഗ്രൂപ്പിന്റെ സ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ JMR ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്ന് രാത്രി തന്നെ തിരികെ അമേരിക്കയിലേക്ക് പോകുമെന്ന് അറിയിച്ചു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹം ഇത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ടിന് വേണ്ടിയാണ് മിസ്റ്റർ JMR കേരളത്തിലേക്ക് എത്തിയതെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ആ പ്രൊജക്ടിന്റെ അവസാന ഘട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരികെ പോവുകയാണ്. ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള വരുംകാല തീരുമാനങ്ങളെല്ലാം തന്നെ തന്റെ ഒരേയൊരു മകളായ സംയുക്തയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ വിടാൻ ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പ്രൊജക്ടിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇനി സംയുക്തയായിരിക്കും നോക്കുന്നതെന്ന് മിസ്റ്റർ JMR പ്രത്യേകമായി നേരിട്ട് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അദ്ദേഹം അനൗൺസ് ചെയ്യുകയും ചെയ്തു.